ഞാൻ റീസെന്റ് കണ്ട ഒരു ഇന്ത്യൻ വെബ് സീരീസ് ആണ് ഇൻസ്പെക്ടർ ഋഷി. ആമസോൺ പ്രൈമിലുണ്ട് ഈ ഒരു സീരീസ്. ഈ ഒരു സീരീസ് ടോട്ടലായിട്ട് 10 എപ്പിസോഡ് ഉണ്ട്. ഓരോ എപ്പിസോഡ് ഒരു 40 to 1 hour ആണ് ഡ്യൂറേഷൻ വരുന്നത്. ആൻഡ് ഈ ഒരു സീരീസിന്റെ ജോണർ എന്ന് പറയുന്നത് ഫ്ലോ ക്രൈം ത്രില്ലർ സീരീസ് ആണ്. ഈ ഒരു സീരീസ് നടക്കുന്ന ഒരു വില്ലേജിലാണ്. അവിടെ ഒരു തേൻകാട് എന്ന് പറയുന്ന ഫോറസ്റ്റിൽ കുറച്ച് ഡെഡ് ബോഡീസ് കണ്ടുപിടിക്കും. ഈ ഡെഡ് ബോഡീസ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടല്ല, നമ്മൾ ഈ സ്പൈഡർ ഒക്കെ ഭയങ്കര രീതിയിൽ വെബൊക്കെ ചെയ്ത് ആനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതുപോലെയാണ് ഈ ഒരു ഡെഡ് ബോഡീസ് റിക്കവർ ചെയ്യുന്നത്. സോ അതിന്റെ ബാക്കിൽ അവിടെ നാട്ടുകാർ വിശ്വസിക്കുന്ന വെച്ചാൽ വനക്ഷി വന്ന് അവരെ കൊന്നതാണ്, വനക്ഷിക്ക് പക ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കാരണം കൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ കൊന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്ന വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, വനക്ഷയും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം അന്ധവിശ്വാസമാണ്. പക്ഷെ മറ്റൊരു ആൾക്കാർ പറയുന്ന വെച്ചാൽ വനക്ഷി വരുന്നതും പോകുന്നതൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താനും അല്ലെങ്കിൽ ഈ ഡെഡ് ബോഡീസ് ഒക്കെ എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇവർ ആരാണ് കൊന്നത്, അല്ലെങ്കിൽ വനക്ഷയാണോ അല്ലെങ്കിൽ ശരിക്കും വനക്ഷയുണ്ടോ, സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ഒരു പോലീസ് ഓഫീസർ വരും. സോ പിന്നീട് ഈ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യുന്നതാണ് ഈ ഒരു എൻ്റെ സീരീസ് സംസാരിക്കുന്നത്. കുറച്ച് നൈസായിട്ട് എൻഗേജിംഗ് ആയിട്ട് തന്നെ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എന്നാലും ചില പോർഷൻസിൽ ആ ഒരു ട്രാക്ക് മാറി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഈ ഒരു കഥ മാത്രമല്ല ഇതിന്റെ ഇടയ്ക്ക് സംസാരിച്ചു പോകുന്ന ആ ഒരു വില്ലേജിലുള്ള മറ്റുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഈ വനേഷിനെ വിശ്വസിക്കുന്ന ഒരുപാട് പേര് ആ ഒരു ഗ്രാമത്തിലുണ്ട്. സോ അവരുടെ അന്ധവിശ്വാസവും അല്ലെങ്കിൽ അവരുടെ പൂജ്യം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ ഒരു ആൾ ചെയ്തതാണ്, വനേഷി അങ്ങനെ ഒന്നുമില്ല, എല്ലാം അന്ധവിശ്വാസമാണ്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ സ്റ്റോറിയുടെ ഇടയ്ക്ക് കൂടി തന്നെ സംസാരിച്ച് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചില പോർഷൻസിലൊക്കെ വരുമ്പോൾ ഒരു മെയിൻ സ്റ്റോറിയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു ഫീൽ എനിക്ക് ഉണ്ടായി. പക്ഷെ ഓവറോൾ നൈസ് ആണ്. ആ ഒരു സ്റ്റാർട്ടിംഗ് എപ്പിസോഡ് തൊട്ട് ആ ഒരു എൻഡ് വരെ അടിപൊളിയായിട്ട് തന്നെ ഈ സീരീസ് മേക്ക് ചെയ്തിട്ടുണ്ട്. നൈസ് പ്രസന്റേഷൻ ആയിരുന്നു. ചില സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ചിലത് ഓക്കെ എന്നൊരു ഫീൽ ആണ്. പക്ഷെ എന്നാലും മോസ്റ്റ് ഓഫ് ദ എപ്പിസോഡും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സീക്വൻസ് ഒക്കെ നൈസ് ആയിരുന്നു. എസ്പെഷ്യലി എടുത്തു പറയണമെങ്കിൽ ചില ഹൊറർ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഹൊറർ എന്നല്ല, ഒരു ഫ്ലോഗ് ബേസ്ഡ് ആയിട്ടുള്ള അത്രയുള്ള കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് കിടിലാണ്. നൈസ് ആയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അധികം ലാഗ് ഒന്നുമില്ല. ചില പോർഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രാക്ക് ഇങ്ങനെ മാറി വേറൊരു സ്റ്റോറി സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു മെയിൻ സ്റ്റോറിയിൽ നിന്ന് ഇങ്ങനെ മാറുമ്പോൾ ഒരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ അത് ബാലൻസ് ചെയ്ത് തന്നെ മുന്നോട്ട് കഥ കൊണ്ടുപോകുന്നുണ്ട്. സോ എന്തായാലും ഒരു വൺ ടൈം ആയിട്ട് കാണാൻ പറ്റിയ ഒരു നൈസ് വെബ് സീരീസ് തന്നെയാണ്. ഒരു വൺ ഓഫ് ദ കിഡിലം ഫ്ലോഗ് ഹൊറർ തീം എന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു ജോണറിനെ ബേസ് ചെയ്തിട്ട് നൈസായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത്ര കിഡിലൊന്നും അല്ല, പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ പറ്റിയ ഒരു വെബ് സീരീസ് തന്നെയാണ്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.